നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ആദ്യമേ നന്ദി പറയുന്നു. ഞങ്ങളുടെ പവി കെയർടേക്കർ എന്ന ചിത്രം ഈ 26-ാം തീയതി, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ, തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ബാക്കി തുടർന്ന് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്നദ്ധ സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആന്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പോൾ ഇലക്ഷനും രാധിക ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധിക ചേച്ചിയും ഇതിനു മുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധിക ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസം ഏപ്രിൽ 26-ാം തീയതി സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ? എങ്ങനെയാണല്ലോ കുറച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിലൂടെ പറഞ്ഞ പോലെ പവി കെയർടേക്കർ ഒരു 100% കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. നമ്മൾ ആ ഒരു ജോണറിൽ തന്നെയാണ് അതിൻ്റെ കഥയുടെ തുടക്കം മുതലേ പ്ലാൻ ചെയ്തതും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ അങ്ങനെയാണ്. ഒരു 100% ഫാമിലി എൻ്റർടൈനറാണ്. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ നടനിൽ നിന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മാനറിസങ്ങളും ഒക്കെയാണ് പവിത്രനിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് 26-ാം തീയതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും. എന്തെങ്കിലും കഥയെ പറ്റിയുള്ള ചോദ്യങ്ങളും കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് മറുപടി പറയാൻ ഞാനിരിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ പവിക്കായിട്ട് നല്ല സിനിമയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു എല്ലാത്തിനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ബേസിക് സിനിമ, സമയം പോകുന്നറിയാതെ തിയേറ്ററിൽ നിന്ന് രസിച്ചിറങ്ങി വരാവുന്ന സിനിമ. എന്നാൽ കണ്ടിറങ്ങി വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശകളുടെ ഓർമ്മകളും ഒക്കെ മിച്ചം പിടിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഓടേണ്ട സിനിമയാണ്, ഓടുന്ന സിനിമ ഓടാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാക്സിമം ഓടിക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ഫീൽ ഗുഡ്, മനസ്സിന് വളരെയധികം കുളിർമ കൊടുക്കുന്നൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, പ്രത്യേകിച്ച് ദിലീപേട്ടൻ എന്ന ആക്ടറിന് അദ്ദേഹത്തിന് എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസൊക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ അതിലെ സംഗീതത്തിലും എല്ലാ തരത്തിലുള്ള ജോണേഴ്സൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കഥയാണ്. സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് പ്രൊഡക്റ്റിൽ. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. 26-ാം തീയതി സിനിമ വരെയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്.
ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് വിളിക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പം ഇത് ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പാട്ടുണ്ട്, തമാശകൾ, കൊച്ചു സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാള് നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, അത് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും, ജസ്റ്റ് സ്റ്റോറി റൈറ്റ് വെച്ചിട്ടേ. അതായിരിക്കും ഉദ്ദേശം ഉണ്ടായിരിക്കും. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ലെന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. അപ്പോൾ വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് അതെല്ലാം കേട്ട് നമ്മൾ ആലോചനയുടെ ഒരു സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിൻ്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. ഈ ദിലീപ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജോണറാണല്ലോ, നമുക്ക് എന്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള ആ സിനിമകളിൽ ഒരു പാക്കേജ് സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വെക്കേഷൻ ടൈമിലാണ് സിനിമ വരുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്ത് മുമ്പ് വന്നപ്പോഴൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സോ എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു സക്സസ് ഫോർമുലയിലേക്കാണോ ഈ പവിയുടെ ഒരു യാത്ര? തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പം ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കാറ്റഗറി. അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാൾ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയും. നിങ്ങളെൻ്റെ ഇതിന് മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. ബോഡി ഗാർഡിലൊക്കെ ദിലീപേട്ടൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുമ്പോൾ കുറച്ച് ജസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ട്രെയിലറിലൊക്കെ നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാം. അപ്പൊ ദിലീപേട്ടൻ്റെ ഒരു പഴയ എന്റർടൈനിങ് സ്റ്റാർട്ടിട്ടുള്ള ഒരു റീഇൻവെൻഷൻ ആണോ പവിട്ടായിട്ടൊക്കെ? റീഇൻവെൻഷൻ ഒന്നുമില്ല, നമ്മൾ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം
ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു തലയൊക്കെ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ട് ചെയ്ത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ എനിക്ക് പ്രായമില്ലെന്നല്ല പറഞ്ഞു തന്നെ, അതല്ല, അതായത് അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തോട്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ഈ പവിത്രനെ നമുക്കറിയാം, നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. അത് ശരി കണ്ടോ അറിയാം റൊമാൻറ്റിക്. ദിലീപേട്ട, സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ കളികളാണെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഒരു കറക്റ്റ് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു പടം വരുന്നു, CDMSയുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ തന്നെ ഫ്ലാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു, കോയിൻസിഡൻസ് പോലെ വന്ന പോലെ തോന്നുന്നു. അങ്ങനെയല്ല, നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി, വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ, കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CDMS നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവം തന്നെയാണ് നമുക്ക് വരിക. ദിലീപേട്ട അന്ന് ഓഡിയോ ലോഞ്ചിൽ തന്നെ പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് സ്പീച്ച് ആയിരുന്നു ദിലീപേട്ടൻ നടത്തിയത്. ശരിക്കും സംസാരിച്ച് കാലമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത് അല്ല. കാരണം എന്ന് വെച്ചാൽ ദിലീപേട്ടന് പേഴ്സണലി തോന്നുന്നുണ്ടോ സിനിമകളിൽ ഇങ്ങനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങുന്നല്ലോ എന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. പേഴ്സണലി മാത്രമല്ല, ദിലീപേട്ടന്റെ കരിയർ കൂടി നശിപ്പിക്കുക, ദിലീപേട്ടന്റെ സിനിമകളെ നശിപ്പിക്കുക. ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്നലെ അല്ല കാണുന്നത്, ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എന്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് കൂടെ അല്ലേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത്. ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, ആരും വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ, 100%. ഈ ഒരു പവി മാധവൻ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മൾ വിളിക്കുന്നത് അത് കയറുന്നതാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലമുടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്.
ഒരു നടനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ രാജേഷിന്റെ മനസ്സിൽ ദിലീപേട്ടനായിരുന്നു. അപ്പോൾ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞ മനസ്സിൽ ദിലീപേട്ടനാണ്, പക്ഷെ ദിലീപേട്ടനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കഥ പറയും ദിലീപേട്ടൻ, ഇഷ്ടമായാലും അദ്ദേഹം ചെയ്യും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപേട്ടനെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിയിൽ തന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ദിലീപേട്ടന് കഥ ഇഷ്ടമാവുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടായിരുന്നു ആരാണ് പ്രൊഡ്യൂസർ, അങ്ങനെ മനസ്സിൽ നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ദിലീപേട്ടൻ ഈ പടം കമ്മിറ്റി ആണെങ്കിൽ ദിലീപേട്ടൻ പോലൊരു താരം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്നുള്ളത് എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ഉറപ്പാണ്. അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ലേ. നമ്മളൊരു കഥ പറയാൻ ചെല്ലുകയും ആ കഥ ഇഷ്ടമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ തയ്യാറാവുമ്പോൾ നമുക്കത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ നടനെന്ന ദിലീപേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നിർമ്മാതാവ് എന്നുള്ള ദിലീപേട്ടൻ എങ്ങനെയാണ് ഇപ്പൊ 60 ദിവസം പറഞ്ഞാൽ എന്തിനാണ് 60 ദിവസം, നമുക്ക് 55 കൊണ്ട് തീർത്തുകൂടെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ശാസ്ത്രജ്ഞ ദിലീപേട്ടൻ എങ്ങനെയാണ്? 67 55 അത് ഞങ്ങൾക്ക് മഴ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ദിലീപേട്ടൻ പ്രൊഡ്യൂസറാന്നുള്ള കാര്യം മറന്നുപോകും. അപ്പോൾ വരുന്ന സമയമൊക്കെ 10 മണിയൊക്കെ ആവും. രാവിലെ 7 മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്കൊക്കെ ഞാൻ 8 മണിക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. CID ന്യൂസൊക്കെ ഞാൻ 11-12 മണിക്കാ ചെല്ലണേ ആദ്യത്തെ പടത്തിന്. ഇല്ല ജോണി? പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസറാണ് ഈ സിനിമയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഈസി ആയിട്ട്. കാരണം ദിലീപേട്ടൻ ഒരു നടൻ പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിയായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത്. ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലീപേട്ടൻ മേക്കപ്പ് ചെയ്ത് വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആർട്ട് വർക്ക് വന്നിട്ടില്ല അന്ന്. അത് അവരുടെ കുഴപ്പമല്ല, അന്ന് പല സാഹചര്യങ്ങളും കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്കാവുന്നില്ല, നമുക്കിത് നാളെ എടുക്കാൻ പറ്റുമോ? ആ നാളെ എടുക്കും, നീ വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. അത്ര പെട്ടെന്ന് നമുക്കൊരു ആൻസർ കിട്ടുകയും, കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടമാകും. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മടിച്ചിട്ടാണെങ്കിൽ ദിലീപേട്ടൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് മാറ്റി ആലോചിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സോങ്, ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കൊരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് ഒരു ലൊക്കേഷൻ, സിംഗിൾ ലൊക്കേഷൻ, ദിലീപേട്ടൻ മാത്രമാണ് അതിനകത്ത് ആ സോങ്ങിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ആ സോങ്ങിൻ്റെ ഇമോഷൻ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാമെന്ന് പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് നേരം വർക്ക് ചെയ്ത് വൃന്ദാ മാസ്റ്ററായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത്, നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ, പ്രൊഡ്യൂസർ ദിലീപേട്ടനാണ് ഞാൻ പറയുന്നത്, പ്രൊഡ്യൂസർ ദിലീപേട്ടന് ഒരു രണ്ടാമതൊരു ആലോചനയില്ല. ഓക്കെ, കാരണം അത്രമാത്രം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിനീത് പ്രോ തന്നെ തിയേറ്ററിൽ ഏറ്റവും എൻജോയ് ചെയ്ത് കണ്ട ഒരു താരത്തിനെയാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വീണ്ടും കോമഡിക്ക് വേണ്ടി കൊണ്ടുവരിക. അപ്പോഴേക്കും ബേസിക്കലി മലയാളിയുടെ ചിരി തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതിന്റെ ആസ്വാദനത്തിന്റെ നിലവാരം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോഴേക്കും ഈ താരത്തിനെ എങ്ങനെയായിരുന്നു റീപ്ലേസ് ചെയ്യുക എന്നൊരു ചിന്തയുണ്ട്. നമ്മളെപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രഷറോ അല്ലെങ്കിൽ ഇത് ഈ കാലത്ത് വർക്കാവോ ഇങ്ങനെ ആലോചിച്ചിട്ടല്ല. ഞാനെന്ന് പറയുന്ന ഒരു പ്രേക്ഷകനും കൂടിയാണ്. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ സിനിമയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. അത് എനിക്കിഷ്ടമാണ് അത്തരം സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ സ്ക്രിപ്റ്റിലാണ് ഞാൻ ദിലീപേട്ടനെ പ്ലേസ് ചെയ്യുന്നത്. ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ എൻ്റെ 3ാമത്തെ സിനിമ സംഭവിച്ചതല്ല. ഇതെൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത്. കാരണം ഞങ്ങളിത് 2018 അവസാനമാണ് ഞാൻ ദിലീപേട്ടൻ്റെ കഥ പറയുന്നത്. കഥ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് 2018 എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ 2024 ഷൂട്ട് ചെയ്തതാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു 10-12 ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജേഷ് എൻ്റെ അടുത്ത് 2 മാസത്തോണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞ് വന്ന ആളാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്ഷൻ തുടങ്ങി. ഒരു മടിയില്ലാതെ രാജേഷ് ഞാൻ എന്താണോ പറയുന്നത് ബൗൺസ് ചെയ്യുന്നത് അതെനിക്ക് അതിൻ്റെ ഒരു ഇരട്ടി ഇതായിട്ട്, കാരണം അത്ര മനോഹരമായ സംഭാഷണങ്ങളുള്ള ഒരു സിനിമയാണ്. അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ പവിത്രൻ ഒരു 10-18 വർഷം ഗൾഫിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി. ഞങ്ങളുടെ ട്രെയിലറിൽ തന്നെ ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ അപ്ഡേറ്റഡ് ആയിക്കൂടെ എന്ന് പവിത്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു കഥാപാത്രം.
അപ്പോൾ അത് ആ സിനിമയിൽ ഒരു ചെറിയൊരു വിൻറ്റേജ് ദിലീപേട്ടനെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അയാൾ എവിടെയോ ഈ പറയുന്ന 90-കളിൽ 80-കളിലൊക്കെയാണ് അയാളുടെ മനസ്സിപ്പോഴും. അയാൾ ഇപ്പോഴും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്, പഴയ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അയാൾക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ആൺപെൺ സൗഹൃദത്തെ അയാൾക്ക് ആ രീതിയിൽ നോക്കിക്കാണാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള ഒരാൾ കെയർ ടേക്കറായി നിന്നാൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയും, ഇവിടുത്തെ ഫ്ലാറ്റുകളിലൊന്നിലും ഈ പറയുന്ന രീതിയിൽ ബാച്ചിലേഴ്സിന് കൊടുക്കുന്നില്ല, വളരെ അപൂർവ ഫ്ലാറ്റുകളെ കൊടുക്കുന്നുള്ളൂ. അവിടെയാണ് ഇതുപോലത്തെ ഒരു കെയർ ടേക്കർ. അപ്പൊ അങ്ങനെ ഒരു കെയർ ടേക്കർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണ് അയാൾ ഒരു ഗ്രേ ഷെയ്ഡിൽ നിന്ന് തുടങ്ങി അയാളിൽ എങ്ങനെ അയാൾ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. അപ്പൊ ആ സിനിമയിൽ ഒരു വിന്റേജ് സ്വഭാവം നമുക്ക് ഇങ്ങനെ കാണാം. അതുകൊണ്ട് നമ്മുടെ മ്യൂസിക്കിലായാലും ഞാൻ മിഥുന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, സോങ് ചെയ്യുന്ന സമയത്ത് ജോൺസൺ മാഷിനെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ. കാരണം നമുക്കൊരിക്കലും അതുപോലെ മാസ്റ്റേഴ്സിന്റെ സോങ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു മ്യൂസിക് സ്ട്രക്ചറൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒക്കെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ പഴയൊരു സിനിമയുടെ രീതിയിലല്ല സിനിമയുടെ പോക്ക്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ നമ്മള് സംസാരത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ചിരിച്ചില്ലേ? അല്ലെ, പൊട്ടിച്ചിരിച്ചു നമ്മൾ. അത് എന്തുകൊണ്ടാ? ഈ സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് വർക്കൗട്ട് ആയതുകൊണ്ടല്ലേ? അല്ലേ? ആ ഒരു സിറ്റുവേഷൻ, തമാശകള് നമുക്ക് എല്ലാവർക്കും അത് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് കറക്റ്റ് ഇതാണ് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തും അതിൻ്റെതായ രീതിയിൽ. ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ കോമഡി എപ്പോഴും വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? പിന്നെ ഈ കോമഡി സിനിമകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്ന സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ചിരിക്കുന്നത്. ചിലപ്പോൾ ആരും ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരം ചിരികളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. കാരണം ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്ത ആൾ ചിരിക്കുന്നത്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ്. എവിടേക്കോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പവിത്രൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രേ ഷെയ്ഡിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡ് ആവേണ്ടത് അതെങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. പിന്നെ ഒരു കാര്യം, നമ്മളിതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ എന്നാ പിന്നെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കണം. പിന്നീടാണ് ആ സിനിമ രണ്ടാമതിട്ട് കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പിന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ദിലീപൻ നോക്കി കഴിഞ്ഞാൽ പണ്ട് മുതലേ സ്പോണ്ടേനിയസ് ആയിട്ട് കൗണ്ടർ പറയുന്നതിലൊക്കെ അഗ്രഗണ്യനാണ്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി ഡോക്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം അതില് പുള്ളിയുടെ ഒരു ഇംപ്രവൈസേഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ ഡ്യൂഷണ്ടായാലും ഇപ്പോൾ ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല. കാരണം ഞാനെപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ റൈറ്ററിനെയും എൻ്റെ ക്യാമറമാനെയും എൻ്റെ എഡിറ്ററെയും എൻ്റെ തൊട്ടടുത്തടുത്ത മുറികളിൽ ഇടുന്നതാണ്. കാരണം നട്ടപ്പാതിരക്കൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പിടിക്കാം, അത് മാറ്റണം. അത് ഒരു മടിയില്ലാത്ത ഒരു റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എൻ്റെ എഡിറ്ററും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സീൻ പോലും ഞാൻ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് ചെയ്ത് മിഡ് വൈഡ് മാസ്റ്റർ ഷോട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ പവിത്രനായിട്ട് വരികയും ബാക്കിയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിനു ശേഷമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മളൊരു ഷോട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ദിലീപേട്ടൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഡ് ഓൺസ് വളരെ നാച്ചുറലായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ടേക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഓക്കെ പറയുകയാണ്. അതല്ല നമ്മളിനി അതിൻ്റെ റിഹേഴ്സൽ ടൈമിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ദിലീപേട്ടൻ പറയുന്നത് നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. കാരണം ഇതൊരു എന്താ പറയുക, ഒരു വലിയ കൊട്ടയാണ്. അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി. ഒരേ സമയം ത്രില്ലറും ഈ പറഞ്ഞ അല്ലാത്ത ജോണറുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് തീരുമാനം ഉണ്ടായിരുന്നു?
എനിക്ക് അങ്ങനെ ത്രില്ലർ ജോണറിനോട് അങ്ങനെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സിനിമകൾ എന്നെ തേടി വരുന്നതാണ്. പക്ഷേ ഞാൻ പൊതുവെ മെലഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് മെലോഡിയസ് സോങ്സും അങ്ങനെയുള്ള ലവ് സോങ്സ് അതൊക്കെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വിനീതേട്ടൻ ആക്ച്വലി ഈ കഥ ഒന്ന് നറേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. കാരണം ഈ സ്ക്രിപ്റ്റിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു ചാലഞ്ച് ആയിരുന്നു എന്നെ ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ആകർഷിച്ചത്. അപ്പോൾ ചെയ്തു വന്നപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു വിനീതേട്ടൻ്റെ ടേസ്റ്റും എനിക്ക് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒരു തരം ടേസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഈ സിനിമയിലെ സിറ്റുവേഷൻസ് വന്നു, ഞാൻ അതിന് ഒരു ട്യൂൺ കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വിഷൻ പെട്ടെന്ന് അദ്ദേഹത്തിന് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു സിങ്കിന്റെ ഒരു സുഖം ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സ്കോറിങ്ങിലുണ്ടായിരുന്നു. സ്കോറിങ്ങിലും ചിലതിന് കുറച്ച് ഹെവിയാണ്, ചിലതിന് വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു വിഷൻ മനസ്സിലാവുന്നില്ലായിരുന്നു. അത് പിന്നെ സിനിമയ്ക്കും വളരെയധികം അങ്ങനെയുള്ള കുറെ മൂവ്മെന്റ്സ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള കുറച്ച് ലൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരു പരിധി വരെ അതിൽ വിജയിച്ചിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പോ കാര്യസ്ഥനായിട്ട് വന്നിട്ട് 2010 ഇയർ ക്രോസർ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു 100ാമത്തെ സിനിമയിൽ. ചരിത്രം ആവർത്തിക്കൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം. നമ്മൾ സിനിമ ഉണ്ടാക്കി, സിനിമ നാളെ കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇലക്ഷൻ്റെ ദിവസമാണ്, അന്ന് നമുക്ക് ഒഴിവാണ്. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക, നമുക്കിത് എൻജോയ് ചെയ്യാം. ആ ഒരു മനസ്സോടുകൂടി വരിക, നമ്മൾ അടിച്ചു പൊളിക്കാം. എന്നാൽ അല്ലാത്ത പൊളിക്കലല്ല എന്നല്ലേ? ഡയറക്ടർ പറയണ്ടായി, ഒരു ഗ്രേ ഷെയ്ഡിൽ നിന്ന് തുടങ്ങി കഥാപാത്രം മാറുന്നതാണ് ഈ സിനിമ. ഇതിന്റെ ടൈറ്റിൽ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ 3 ഹൃദയം കൊടുത്തിട്ടുണ്ട്, 5 നായകന്മാരുണ്ട്. ഇതൊരു പ്രണയകഥയാണ്. കഥയാണ്. പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽപ്പെടുന്നത് തന്നെയാണ് എൻ്റെ. ഇതൊരു റൊമാൻറ്റിക് കോമഡി, സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള സംഭവം തന്നെയാണ്. ദിലീപേട്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം വൈറലായ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ദിലീപേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിലിരിക്കുമ്പോൾ പറഞ്ഞ ഡയലോഗാണ്. അതായത് ഇപ്പോൾ ഒരു ആണിനും പെണ്ണിനും പ്രണയിക്കാൻ മാത്രമല്ല, 2 സുഹൃത്തുക്കളായിട്ടും ഇരിക്കാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് അങ്ങനത്തെ ഒരു മെസ്സേജ് അല്ല, അതായത് ഒരു പ്രണയം മാത്രമല്ല, അങ്ങനത്തെ ഒരു മെസ്സേജ് ഒരു സിനിമയാണോ? എന്താണ്? 100% പ്രണയം മാത്രമാണെന്ന് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഒരാണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടാവില്ല. കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. പക്ഷെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പൊ എടാന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പെൺസുഹൃത്തിനെയാണ്. അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എടാ എടി എന്ന് വിളിക്കണമെന്ന് അതിനൊരു ഇതുമില്ല. അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ്, അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെ. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും. അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയുക ഫാമിലി കാര്യങ്ങളുടെ പോലെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ്. അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് ഇപ്പൊ പറയില്ലേ 3